ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ബീഫ് ഡ്രൈ ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്നൊന്ന് നോക്കി വന്നാലോ? അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുകയെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ ഹൈപ്പ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ BDF എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലോ? BDF എന്ന് പറഞ്ഞാൽ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ BDF തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ബീഫിനെ ഒന്ന് കഴുകി എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ അളവിലുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ബീഫ് ഇതേ രീതിയിലാണ് ഞാൻ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സാക്കി എടുക്കാം. മസാലകളെല്ലാം ബീഫിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടി ഒന്ന് തിരുമ്പി ഒരു 2 മിനിറ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മസാലയെല്ലാം തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്കൊരു 5 to 6 വിസിൽ വരേക്കും നമുക്ക് ഈ ബീഫിനെ ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എരിവ് കൂട്ടാം. ഇപ്പം നമ്മൾ 7 വിസിൽ നമ്മൾ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിലാണ് ഞാൻ ബീഫിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്ത ബീഫ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മസാലക്കൂട്ടും കൂടി തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്, എന്നാലും ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ബീഫിന് ചേർത്ത് കൊടുക്കാം. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്ത പീസാണ്. അപ്പോൾ ബീഫിനെയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാ ഭാഗത്തേക്കും നമുക്ക് ബീഫിലേക്ക് മസാലപ്പൊടികൾ പകർന്ന വരയ്ക്ക് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് വേവിച്ച വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലാക്സും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മുളക് പൊടിച്ചതാണ്, ഉണക്കമുളക് പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം അല്ലെങ്കിൽ നമ്മൾ ബീഫിൻ്റെ സ്റ്റോക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനോളം നമുക്കിതിലേക്ക് വിനീഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് ഞാൻ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ പീസ് ബീഫ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പകുതി കുക്കാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കാം എണ്ണയിലേക്ക്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് ഫ്രൈ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചൂട്ടോടെ കഴിക്കാൻ നമ്മൾ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ അടിച്ചാലും മറക്കരുത്. അതേപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നത്, ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കണേ.